വി ഡി സതീശൻ്റെ യാത്ര പുതുയുഗ കേരള പിറവി യാത്ര എന്നൊക്കെ പറഞ്ഞു. തിരുശേഷിപ്പ് യാത്രയൊക്കെ കാസർഗോഡ് നിന്ന് വരുന്നു. വലിയ ജനസംഖ്യയുണ്ട്, കാണുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. വി ഡി സതീശന് മനോരമയുടെ വാർത്താ താരത്തിൻ്റെ അവാർഡ് കിട്ടി. അങ്ങനെ വളരെ മനോഹരമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ 2026 മെയ് 27 കഴിഞ്ഞാൽ നടക്കുന്ന ഗവർണറുടെ രാജ്ഭവനിലാണോ അതോ ഇനി അധികാരം കിട്ടിയാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണോ നടക്കുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് കനകൊലു കോലുമായി ഇറങ്ങിയത്. കനകൊലുവിൻ്റെ റിപ്പോർട്ടനുസരിച്ച് 4 ജില്ലകൾ, തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട്, പിന്നെ ആലപ്പുഴ, 4 ജില്ലകൾ കോൺഗ്രസ്സിന് ശക്തമായി കടുക്കും. ശരിയാണ്, കണക്കുകൾ നോക്കുമ്പോൾ ശരിയാണ്. തിരുവനന്തപുരത്തെ കണക്കെടുത്ത് നോക്കുക. തിരുവനന്തപുരത്ത് 5 മണ്ഡലങ്ങൾ: കോവളം, പിന്നെ കാട്ടാക്കട, നേമം, തിരുവനന്തപുരം നോർത്ത്, വട്ടിയൂർക്കാവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കഴക്കൂട്ടം, 6 മണ്ഡലങ്ങളിൽ ആറ്റിങ്ങലും 6-7 മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടമായിരിക്കും നടക്കുക. ത്രികോണ മത്സരമാണ്. BJP ശക്തമായ സാന്നിധ്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എങ്ങനെയാണ് ജയിക്കുക തിരുവനന്തപുരം ജില്ലയിൽ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആകെയുള്ള 14 മണ്ഡലത്തിൽ 6-7 മണ്ഡലങ്ങളിൽ കർശനമായ വലിയ മത്സരമാണ് നടക്കുക. അതുകൊണ്ട് എങ്ങനെ സംഭവിക്കുമെന്നറിയില്ല. ഇനി കൊല്ലം ജില്ല എടുത്താൽ ചാത്തന്നൂർ മാത്രമേ അത്ര വലിയ 2 പ്രാവശ്യം BJP ആണ് പിറകിൽ വരുന്നത്, 2ാം സ്ഥാനത്ത് വരുന്നത്. ആലപ്പുഴ എടുത്താൽ ആലപ്പുഴയിലെ CPM-ലെ പടപ്പോരും BJP-യുടെ മുന്നേറ്റമൊക്കെ ഒരുപാട് അവിടെയുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ മുന്നേറ്റം നടത്തുന്നു. ഇപ്പുറത്ത് കോൺഗ്രസിനകത്തും വലിയ പടയൊരുക്കമുണ്ട്. അതുകൊണ്ട് ആലപ്പുഴയും കുഴയാൻ സാധ്യതയുണ്ട് എന്നാണ് കനകൊലു പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് ചെല്ലുമ്പോൾ തൃശ്ശൂരിൽ വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടാക്കിയതെങ്കിലും അത് എത്ര കണ്ട് നിലനിർത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച വളരെ പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് പാലക്കാടും ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ പാലക്കാട് മാത്രമല്ല BJP-യുടെ മുന്നേറ്റവും വളരെ വലുതാണ്. എന്നാലും 70-80 സീറ്റിനകത്ത് വന്ന് 80-85 സീറ്റിനകത്ത് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു മണ്ഡലങ്ങളിലും ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് BJP-യിൽ ചേരുകയും വലിയ ആഘോഷമാണ് അവിടെ നടന്നത്. അതിൻ്റെ പ്രതിഫലനം ഇനി ദേവികുളത്തും മൂന്നാറിലും ഇടുക്കിയിലെ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് രാജേന്ദ്രൻ ഇഫക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല. BJP-ക്ക് വലിയ എഫക്റ്റ് ഉണ്ടാക്കും. ഗുരുമൂർത്തിയും രാജേന്ദ്രനും ഗുരുനാഥനും ഒക്കെ കുറേ പേരുകളുണ്ട്, കുറേ ആളുകൾ അവിടെ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ വലിയ മുന്നേറ്റം അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ എടുത്താൽ 1 മുതൽ 10 സീറ്റ് വരെ, പരമാവധി 10 സീറ്റ്, മിനിമം 1 സീറ്റ് പിടിക്കുന്ന BJP വളരെ ശക്തമായ രംഗത്തുണ്ട്. അതുപോലെ തന്നെ 60 സീറ്റിന് താഴെ മാത്രം, 50 സീറ്റിന് താഴെ മാത്രം പോകും എന്ന് എല്ലാ സർവേകളെയും പറയുന്ന LDF ഉണ്ട്. തുടർഭരണം വേണമെന്ന് പറഞ്ഞു LDF നിൽപ്പുണ്ട്. അതിനിടയിലാണ് സച്ചിദാനന്ദനെ പോലെയുള്ള, സാറാ ജോസഫിനെ പോലെയുള്ളവർ ബഹളമുണ്ടാക്കി. ഇതിനിടയിലാണ് കോൺഗ്രസ് സ്പേസ് കണ്ടെത്തി നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ചെറിയ അലുക്കുലുക്കുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K സുധാകരനും 75 വയസ്സ് കഴിഞ്ഞതിൻ്റെ ആനുകൂല്യം കൊടുക്കണം എന്നൊരു ചർച്ച വന്നിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കുമോ? MM ഹസൻ ഇപ്പോൾ തന്നെ ഷർട്ട് അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അരുവിക്കരയിൽ മത്സരിക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ പാലോട് രവിക്ക് നെടുമങ്ങാട് ഒരു കൈ കൂടെ നോക്കിയാൽ കൊള്ളാമെന്ന്, 72 കഴിഞ്ഞു, 75 തോന്നുന്നു, 75 ആയിട്ടില്ല. എന്നാലും ഒരു കൈ നോക്കണമെന്ന് പാലോട് രവിക്കും ആഗ്രഹമുണ്ട്, നെടുമങ്ങാട്. അങ്ങനെ ഓരോരുത്തർക്കും പ്രായം കൊണ്ട് മുതിർന്നവരായെങ്കിലും 70+ കഴിഞ്ഞവർക്കും ഒരാഗ്രഹം ഇല്ലാതില്ല കോൺഗ്രസ്സിൽ. ഇതെല്ലാം കൂടി വരുമ്പോൾ, അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന KC വേണുഗോപാലിൻ്റെ റോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാം കൂടി വരുമ്പോൾ കോൺഗ്രസ്സിന് വലിയ സമ്മർദ്ദത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. എന്ന് വിചാരിച്ച് UDF ഭരണത്തിൽ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും സർവേകൾ പ്രകാരവും പത്രങ്ങളുടെ നിരീക്ഷണങ്ങൾ പ്രകാരമൊക്കെ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് UDF തന്നെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ട്രെൻഡോ മാറ്റോ ഉണ്ടായി വന്നാൽ മാത്രമേ തിരിച്ച് സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ UDF-ൻ്റെ ഒരു അപ്പർ ഹാൻഡ് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ശബരിമലയിൽ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായി വരാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. അപ്പോഴും 4 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ മുന്നേറ്റമായിരിക്കും BJP ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന മുന്നേറ്റം കോൺഗ്രസിനെ തളർത്തുമോ
CPM തളർത്തുമോ എന്ന് പറയാൻ കഴിയില്ല. നേമം രാജീവ് ചന്ദ്രശേഖർ ശക്തമായി ജയിച്ചാലും അത്ഭുതമില്ല. കഴക്കൂട്ടം വി മുരളീധരൻ ആൾറെഡി വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, സ്ഥാനാർത്ഥിത്വം കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ BJPക്ക് ശക്തമായി വേരുകളുള്ള സ്ഥലമാണ്. വട്ടിയൂർക്കാവ് ശക്തമായ വേരുകളുള്ള സ്ഥലമാണ്. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് അവിടെ 3-4 പ്രാവശ്യം കൊണ്ട് അവിടെ തന്നെ ഉണ്ട്. കോവളം വിൻസെൻറ്റിൻ്റെ ഇമേജ് കഴിഞ്ഞതുപോലെ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വലിയ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ്സിന് വിചാരിക്കുന്നത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് 3-4 ജില്ലകൾ. അപ്പോൾ തീർച്ചയായിട്ടും കനകലുവിൻ്റെ കഴിഞ്ഞ കാല റിപ്പോർട്ടുകളൊക്കെ അതേപോലെ തന്നെ കൃത്യമായി വന്നിട്ടുണ്ട്. കർണാടകത്തിൽ റിപ്പോർട്ട് കറക്റ്റായിരുന്നു. അതേ ഒരു കോൺഗ്രസ് നേതാവാണ്, ബിസിനസ്മാനാണ്, അതേസമയം ഇലക്ഷൻ പ്രവചനം നടത്തുന്ന ആളുമാണ്. സർവേ കഴിഞ്ഞ 1.5 വർഷമായി അദ്ദേഹം കേരളത്തിലുണ്ട്. വിവിധ പഞ്ചായത്തുകളിലും ജില്ലകളിലുമൊക്കെ പോയി പാവപ്പെട്ട ആളുകളെല്ലാം കണ്ട് സർവേ നടത്തി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ അതൊരു രഹസ്യ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ ഊഹാപോഹങ്ങളാണ്, ഞാനീ പറയുന്ന പോലുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ് പുറത്ത് വരുന്നത്. എന്തായാലും 4 ജില്ലകൾ കടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 4 ജില്ലകൾ കടുത്താൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അധികാരം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ 4 ജില്ലകൾ വളരെ പ്രധാനമാണ്. മറ്റ് ജില്ലകൾ ഇപ്പം മലപ്പുറം ആൾറെഡി UDFിൻ്റെ കൂടെയാണ്, കോട്ടയം ജില്ല കേരള കോൺഗ്രസിൻ്റെ കൂടെയാണ്, അതെല്ലാം അവർക്ക് കിട്ടും. കാസർഗോഡ് സമാസമം നിൽക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ജില്ലകളാണ് തെക്കൻ ജില്ലകളൊക്കെ. ആ ജില്ലകളിൽ വലിയ പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാകും ടക്കെന്ന് പറഞ്ഞ് 65 അപ്പോൾ പിന്നെ ഒരു 4-5 സീറ്റ്, അല്ലെങ്കിൽ 67, 67, 73 എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ 70, ബാക്കി 3-4 സീറ്റ് BJP, അങ്ങനെയൊക്കെ വരുന്ന ഒരു വല്ലാത്ത കണ്ടീഷനിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കുമോ വരിക? ഒരു തൂക്കുസഭ വരുമോ? അതോ 2 LDF UDFും കട്ടയ്ക്ക് പിടിക്കുമോ എന്നൊക്കെ പറയാൻ കഴിയാത്ത രീതിയിൽ ചില ആശങ്കകളും കനകൊലു മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് ശക്തമായി UDF വരുമെന്നുള്ള പ്രചരണം UDF തന്നെ അത് അങ്ങനെ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല ഇടതുപക്ഷ ബുദ്ധിജീവികളിലടക്കം ഒരു തുടർ ഭരണം വേണ്ട, UDF തന്നെ വരട്ടെ എന്നുള്ള ഒരു കോൺഗ്രസ് അനുകൂല, VD സതീശൻ അനുകൂല പ്രസ്താവനകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് CR നീലകണ്ഠനെ പോലെയുള്ള, താണൽ ശ്രീധരനെ പോലെയുള്ള പരിസ്ഥിതി രംഗത്തൊക്കെ നിൽക്കുന്നവർ, സാഹിത്യരംഗത്ത് നിൽക്കുന്ന സാറാ ജോസഫ്, പിന്നെ സച്ചിദാനന്ദൻ, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി ആളുകൾ, അതുപോലെ തന്നെ MN കാരശ്ശേരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ കോൺഗ്രസ് തന്നെ വീണ്ടും അധികാരത്തിൽ വീണ്ടുമല്ല, കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ, UDF അധികാരത്തിൽ വരട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഞാനീ പറഞ്ഞ പ്രശ്നങ്ങൾ, കനകൊലു പറയുന്ന റിപ്പോർട്ട് 3-4 ജില്ലകളിൽ വളരെ ശക്തമാണ്. അതിനകത്ത് നമുക്ക് ഒരു താരതമ്യം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ ഒഴിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് ശക്തമായ BJP സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എങ്ങനെയാണ് ഗുണകരം ചെയ്യുന്നറിയില്ല. അത് BJP ഈ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും സംസ്ഥാനത്ത് ഏത് മുന്നണി അധികാരത്തിൽ വരുന്നു എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത്.